രാഷ്ട്രീയ പ്രവർത്തകൻ ലോഡ്ജിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചതായി ട്രാൻസ് വുമന്റെ പരാതി. 3 വർഷം മുമ്പാണ് ദുരനുഭവം നേരിട്ടതെന്നും തന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് പ്രതിയാക്കിയ കാളിക്കാവ് സ്വദേശി റഹ്മത്തുള്ളയെ അറസ്റ്റ് ചെയ്യണമെന്നും ട്രാൻസ് വുമൻ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാഷ്ട്രീയ പ്രവർത്തകൻ ലോഡ്ജിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചതായി ട്രാൻസ് വുമണിന്റെ പരാതി. 3 വർഷം മുമ്പാണ് ദുരനുഭവം നേരിട്ടതെന്നും തന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് പ്രതിയാക്കിയ കാളിക്കാവ് സ്വദേശി റഹ്മത്തുള്ളയെ അറസ്റ്റ് ചെയ്യണമെന്നും ട്രാൻസ് വുമൺ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ട്രാൻസ് വുമണുമായി മാറിയ സമയത്ത് വീട്ടിൽ നിന്നുള്ള അവഗണനയിൽ തനിക്കുണ്ടായ പ്രയാസം മനസ്സിലാക്കി സഹായിക്കാനെന്ന രീതിയിലാണ് റഹ്മത്തുള്ള തന്നെ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചതെന്നാണ് ആരോപണം. മണ്ണാർക്കാട്ടേക്ക് വിളിപ്പിച്ച് ഒരു ലോഡ്ജിലേക്ക് വരാൻ പറഞ്ഞു. അവിടെ വെച്ച് തന്റെ സമ്മതമില്ലാതെ ലൈംഗികമായി ഉപദ്രവിച്ചു. ഇതിനിടെ അദ്ദേഹത്തിന് ഒരു കോൾ വന്ന സമയത്ത് താൻ ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും ട്രാൻസ് വുമൺ പറഞ്ഞു. എന്നാൽ തന്നെ ഉപദ്രവിച്ച വ്യക്തിയെക്കുറിച്ച് തനിക്ക് ഒരു വിവരമില്ലാത്തതിനാൽ താൻ അന്ന് പരാതിപ്പെട്ടില്ല. ഇതിനിടെ അദ്ദേഹം NCP സംസ്ഥാന സെക്രട്ടറിയായി അജിത് പവാർ വിഭാഗം തെരഞ്ഞെടുത്ത പോസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് ആളെ മനസ്സിലാക്കിയത്. തുടർന്ന് അദ്ദേഹത്തിനെതിരെ ആദ്യ മലപ്പുറം SP-ക്കും തുടർന്ന് മണ്ണാർക്കാട് പോലീസിനും പരാതി നൽകിയിരുന്നു. എന്നാൽ പരാതി നൽകി 1 മാസം പിന്നിട്ടിട്ടും പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും പ്രതിക്കെതിരെ ഉടനെ നടപടി സ്വീകരിക്കണമെന്നും ട്രാൻസ് വുമൺ ആവശ്യപ്പെട്ടു. ഞാൻ ഇവിടെ മണ്ണാർക്കാട് എന്നെ ഒരു ആൾ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തായിരുന്നു. പക്ഷെ അത് അയാൾ എനിക്ക് സ്ട്രൈൻ ചെയ്യാൻ ഓക്കെ അയാൾ മുൻകൂർ ജാമ്യത്തിന് പോയി എന്ന് പറഞ്ഞിട്ട് അയാൾ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോലീസ് ഒരു നടപടി പിന്നീട് എനിക്ക് കിട്ടിയില്ല. എനിക്കൊരു ഇതും കിട്ടിയില്ല. അപ്പോൾ എന്താ പറയുക, ഞാൻ ഇതിനു വേണ്ടി കുറേ ഓടി, പക്ഷെ ഒന്നും ആയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പത്രത്തിൽ പറഞ്ഞു. അതേസമയം തനിക്കെതിരെയുള്ള ആരോപണം വ്യാജമാണെന്നും പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ പകപോക്കലാണെന്നും റഹ്മത്തുള്ള മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തനിക്ക് രാഷ്ട്രീയമായി നിരവധി എതിരാളികളുണ്ട്. തന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട പരാതിയിൽ ചിലർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പീഡന പരാതി കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ കൂടുതൽ പ്രതികരിക്കുന്നില്ലെന്നും റഹ്മത്തുള്ള പറഞ്ഞു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പോൾ നിങ്ങൾക്കറിയാലോ, രാഷ്ട്രീയപരമായിട്ടും വ്യക്തിപരമായിട്ടും എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെന്താ അതിൻ്റെ അർത്ഥം? അതന്നെ എന്നെ ഇപ്പോൾ ഞാനിപ്പോൾ NCPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. ഒരു പരിചയമില്ല. ഞാൻ പറഞ്ഞല്ലോ സുഹൃത്ത്, എനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ള ഒരു സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് കോടതിയിൽ നിൽക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ കൂടുതൽ പ്രതികരണം അറിയിക്കാൻ പറ്റില്ല. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Gold and Diamonds, Pride of Generations, India, Oman, Bahrain.